കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കുനാഫ പുഡിങ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ ഐറ്റം ഒന്ന് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കുറച്ച് പാൽ കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതുപോലെ പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ 2 മിക്സും നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു 1/4 കപ്പോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അധികം വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെർമിസെല്ലിയാണ്. നൈസ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പുഡിങ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ വെർമിസെല്ലിയുടെ ആ മിക്സാണ്. വെർമിസെല്ലി നമ്മൾ പകുതിയോളം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഈ തവി കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വെർമിസെല്ലിയുടെ മിക്സ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് പാലും കസ്റ്റർഡ് പൗഡറും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെർമിസെല്ലിയുടെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ ഒരു ലെയറായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന നമ്മുടെ വെർമിസെല്ലിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് പതുക്കെ ഒന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഗാർണിഷിന് വേണ്ടി നമുക്കിതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് തണുപ്പിച്ചിട്ടോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. നിങ്ങളിതെല്ലാവരും വീട്ടിലതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കുട്ടികളുടെയൊക്കെ മുമ്പിൽ നമുക്കൊന്ന് വിലസാലോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. താങ്ക്